കൊത്തിത്തിരിച്ചൊരു പാലാഴി കൊട്ട പാവിത്തിരിച്ചൊരു കൊച്ചരു വെട്ടി ഉത്സവവും ഓണമൊക്കെ വരുമ്പം ഞങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി മുറ്റത്തിരുന്ന് പാട്ടും സംഗീതവും കൊട്ടനീറ്റും ഞങ്ങൾക്കൊരാഘോഷമാണ്. എനിക്കിപ്പോൾ 74 വയസ്സുണ്ട്. എൻ്റെ 9 വയസ്സ് തൊട്ട് ഞാനിപ്പോൾ കാളപദം പദം നിക്കട്ടെ തമ്പ്രാൻ, കാളപദം പദം നിക്കട്ടെ തമ്പ്രാൻ. ഇന്ന് ഞങ്ങൾ നടാനും കൊയ്യാനും ഒക്കെ പോകും. അവിടെ വെച്ചൊക്കെ നടിച്ചിപ്പാട്ട് കൊയ്ത്തുപാട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ പോയി വരികയൊക്കെ ചെയ്യും. അല്ല, പ്രത്യേകിച്ച് ഞങ്ങളെ ആരും പഠിപ്പിച്ചതല്ല, അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ച് പാടി നടക്കുക. ഞങ്ങളുടെ അപ്പനപ്പന്മാരുള്ളപ്പോഴേ ഉള്ള ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചുരുളി എന്ന് പറയുന്നത്. ഈ വീട്ടുപേരും എല്ലാം ചുരുളി എന്ന് തന്നെ. ഇപ്പോൾ ചുരുളി എന്ന് പറയുമ്പോൾ ഒരു സിനിമയാണ് എല്ലാവരും ആലോചിക്കുന്നത്. പക്ഷേ ചുരുളി എന്ന് പറഞ്ഞൊരു വീട്ടുപേരാണ്. തഴവ പഞ്ചായത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഒരു മേഖലയാണ്. അവിടെ ചുരുളി എന്നാണ് പേര്. ചുരുളി പാടം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ വീടിൻ്റെ പേര് കൊണ്ട് ചുരുളി പാടം എന്നാണ് അറിയപ്പെടുന്നത്. അച്ഛന് അമ്മ ഇവരൊക്കെ നെയ്ത് കെട്ടി ഞങ്ങളെ കൂടെ പഠിപ്പിച്ച് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയം കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് അങ്ങനെ കണ്ട് ഞങ്ങൾ പഠിച്ചാണ് ഞങ്ങൾ ഈ പുതിയ തലമുറകളോട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവനങ്ങൾ നടക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള കൊട്ട, വട്ടി, മുറം, തേക്കൊട്ട, പറക്കൊട്ട, അതുപോലെ തന്നെ അരക്കൊട്ട, ചൂരൽ കസാര, ചൂരൽ കൊണ്ടുള്ള നമ്മുടെ കട്ടിൽ, ഇതൊക്കെ നെയ്യുന്ന ഉപജീവന മാർഗമായി കണ്ടിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. സാമ്പോ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ. 18ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. ഇവർ ഓണക്കാലമാകുമ്പോൾ നമ്മുടെ ഓണത്തെ വരവേൽക്കുന്നത് പാട്ടുപാടിയും കൊട്ട നെയ്തുകൊണ്ടാണ്. കൊച്ചോലക്കിളിയെ മരതക കാടു തേടുന്നവളെ, കൊച്ചോളം കുറുകും തീരത്തു നീ തേടുവതാരെയാണോ? തിന്തോ തിന്താര തകതക തിന്തിമി തിന്താര. എങ്ങനെയാലും ഒരു 1000 രൂപ ഡെയിലി വരുമാനമായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ ഈറ്റ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈറയ്ക്ക് ഭയങ്കര വില. താമരക്കുളത്തിൽ എന്തെന്ന് 450 രൂപ വിലയ്ക്കാണ് ഈറ എടുക്കുന്നത്. ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾക്ക് ഈറയില്ല. ഡിപ്പോയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ലാഭമാണ്. അതില്ല, നമുക്ക് ഡിപ്പോയിൽ നിന്ന് ഈറ കിട്ടണം. അവിടെ 250 രൂപയേ ഉള്ളൂ വില. ഈറ മുറിച്ച് പൊളിയെത്തി മുറ നെയ്യും, കൊട്ട നെയ്യും, അരിവെട്ട് നെയ്യും, പറക്കട്ട നെയ്യും, പിന്നെ അടപ്പോട്ട നെയ്യും, എല്ലാ സൈസും ഉണ്ടാക്കും. അവർ മുതലാളിമാർ ഓരോ ഓർഡർ പറയും. ഇപ്പോൾ അവർ പറയുന്ന വിലയാണ് എപ്പോഴും. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിലയില്ല. നമ്മൾ പറയുന്ന വില അവർ തരത്തില്ല. അവർക്ക് പാതി കിട്ടണ്ടായോ? പാതി നമുക്കും കിട്ടും. അന്നൊക്കെ ചന്തകളിൽ കൊണ്ടുവന്നാണ് വിൽക്കുന്നത്. ഇപ്പം ചന്തകളിൽ കൊണ്ടുപോകണ്ട. അപ്പം അതിൽ ലാഭമുണ്ട്. ലാഭമില്ലാത്ത ഒരു കച്ചവടം ഇല്ലല്ലോ. നല്ലിളം ചൂടു നൽകി മുട്ട വിരിച്ചമ്മക്കിളി പറന്നോ, നിന്നെ കരുതിയെന്നും ഇടവഴി കൊത്തിപ്പെറുക്കയാണോ? തിന്തോ തിന്താര തകതക തിന്തിമി തിന്താര. എല്ലാ വീട്ടിലും എല്ലാവരും ഉപജീവന മാർഗം നടത്തുന്ന ഇതുകൊണ്ടാണ്. അവർ ഈ കൊട്ടയും മുറവും വട്ടിയൊക്കെ നെയ്താണ് അവർ കൊടുത്ത് ഓണം ഒരുങ്ങാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നതും എല്ലാം. 4 ആണും 3 പെണ്ണും അമ്മ പെറ്റു വളർത്തി, 4 ആണും 3 പെണ്ണും അമ്മ പെറ്റു വളർത്തി. അതിന്തോ തിന്തിന്തോ ധന തിന്തതിനെന്തോ അതിന്തോ തിന്തിന്തോ. ഓണം ഉത്സവമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ആഘോഷമാണ്, നല്ല സന്തോഷമാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വഴക്കും ചണ്ടയും ഒരു വീറും പോരും ഒന്നുമില്ല, വാശി മൈരാക്കിയും ഇല്ല. ഞങ്ങളെല്ലാം ഐക്യതയായിട്ടാണ് പോകുന്നത്. നമ്മളെയോ ചരുവുകളിലേ അവിടെയുണ്ടോരൂഞ്ഞാൽ വള്ളി, എൻ്റെ അങ്ങളമാരേഴുപേരെ എനിക്കൊരു ഞാലിട്ടുതായോ. ഇനി വരുന്ന തലമുറയ്ക്കും ഇത് പകർന്ന് നൽകണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം.
അത്തമുദിച്ചാൽ 10 ദിനം അത്തപ്പൂക്കൾ തൻ പൊന്നോണം മലയാളിക്കിത് ഓണമല്ലേ. അന്നൊക്കെ ഓണം നോക്കിയിരിക്കുക, നല്ലൊരു കറി കൂട്ടാനും നല്ലൊരു പുത്തൻ തുണി ഉടുക്കാനും ഒക്കെ ആയിരുന്നു. അത്ര ക്ഷാമമുള്ള കാലമാണ് അന്ന്. ഓരോ ചുട്ടിത്തോറത്തിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ തന്നെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അന്നൊരു പുത്തൻ തുണി കിട്ടാൻ. അങ്ങനെ വിഷമിച്ച് ജീവിച്ച ഒരു കാലം, ദുഃഖിച്ച് ജീവിച്ച ഒരു കാലമായിരുന്നു. ഇന്നതൊക്കെ പോയിട്ട് ഉടുക്കാൻ വയ്യാത്ത പാട്, കഴിക്കാനില്ലാത്ത പാടൊന്നുമില്ല. ഇഷ്ടം പോലെ കഴിക്കാനും ഉടുക്കാനും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. കുറുമ്പക്കാവിലമ്മ കൂടപ്പുഴ തേറി വന്നമ്മ, കുടിയിരുന്നമ്മ കുഞ്ഞിളം കാവിൽ വാഴുമമ്മ. മൈജി ഓണം മാസോണം.